അപ്പൊ ഇതെന്താ സംഭവം എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലോ. ഇത് ക്ലേ ആണ്. ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ഈ സൂപ്പർ ക്ലേ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. ആൻഡ് മൈ കിഡ്സ് ആർ വെരി വെരി എക്സൈറ്റഡ് ടു ട്രൈ ദിസ്. ബട്ട് യുനോ അവരെക്കാളും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ അതൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റുമോ? അമ്മയായി പോയില്ലേ? അല്ലെങ്കിൽ തന്നെ അമ്മയാണോ അതോ ഞങ്ങളാണോ ഇവിടെ കുട്ടികൾ എന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ ഒക്കെ ഒരു പോക്ക്. അതൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. നമ്മുടെ ക്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 12 കളേഴ്സ്, ഏകദേശം ഒട്ടുമിക്ക കളേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ 3 ടൂൾസും എല്ലാം കൂടി ഒരു 45 രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത്. ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഇത്തിരി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പം എല്ലാ കടയിലും എത്തിയെന്നേ. എന്തിനു പറയുന്നത്, നമ്മുടെ പൂരപ്പറമ്പിലെ കളിപ്പാട്ട കച്ചവടക്കാരൻ്റെ കയ്യിൽ വരെ ഉണ്ടായിരുന്നു. പക്ഷേ അയാളുടെ 100 രൂപയായിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. നിങ്ങൾ വാങ്ങണ്ട കേട്ടോ, അടുത്ത കടയിൽ നിന്നൊക്കെ പോയി വാങ്ങിയാൽ മതി. ആൻഡ് ദിസ് ഈസ് വെരി വെരി സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റാണ്. നമ്മളെവിടെ തൊടുന്നോ അവിടെ കുഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം ഷേപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാനിതിലൊരു വൈറ്റും ബ്ലാക്കും ക്ലേ ട്രൈ ചെയ്യുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ കളറുള്ള ക്ലേയും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കൈമുടെ കളറ് പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ചില വീഡിയോസിലെ അവരത് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര സ്റ്റിക്കിയാണ്, അവരുടെ കൈമുടെ കൊട്ടിപ്പിടിക്കണമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായില്ല കേട്ടോ. ഒട്ടും സ്റ്റിക്കിയല്ല. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം നിങ്ങൾക്ക്? ഒരു 4 മാസമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. 4 മാസമായി വെളിച്ചം കാണാതെ എൻ്റെ അളമാരിയുടെ ഉള്ളിലിരിക്കുകയായിരുന്നു. ഇപ്പോഴാണെന്ന് പുറത്തേക്ക് എടുത്തത്. ഇതുവരെ ആയിട്ട് ഒരു കുഴപ്പമില്ല. നല്ല പാക്കിംഗ് ആണ്. എയറൊന്നും കിടക്കാത്ത രീതിയിൽ നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എയറൊന്നും കിടക്കാത്ത രീതിയിൽ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് നാൾ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളക്ലേനെ ഞാനിവിടെ എൻ്റെ കയ്യിലത്തെ ചെളിയും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു മഞ്ഞ കളറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗോസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ, അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെന്താ നമ്മൾ പറയാൻ വിട്ടുപോയത്, ഇത് പുറത്തിരുന്ന എന്താവും എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ ക്ലേ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു തെർമോക്കോൾ പിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നുക, ആ ഒരു ഫീലാണ്. ഇതിങ്ങനെ പൊട്ടിക്കുമ്പോഴും അതെ, ഒരു തെർമോക്കോൾ നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കി പൊട്ടിക്കുമ്പോൾ എന്താണ് തോന്നുക, ആ കറക്റ്റ് അതേ ഫീലിംഗ് ആണ് കേട്ടോ. ഒട്ടും കനമില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടമായിരിക്കണം കേട്ടോ. ഇതുപയോഗിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ. അഭിപ്രായങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ബൈ ബൈ.